വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി 11ാം ദിവസമാണ് അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് എഐസിസിയുടെ പ്രഖ്യാപനം വരുന്നത്. വി ഡി സതീശനെ പാർലമെന്ററി പാർട്ടി നേതാവായി നാമനിർദ്ദേശം ചെയ്ത തീരുമാനം കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പ്രഖ്യാപിച്ചത്. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്നായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനായത് ടീം യുഡിഎഫിന്റെ പ്രവർത്തനം കൊണ്ടാണ്. പുതുകേരളത്തിനായും ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താനും കഠിനാധ്വാനം ചെയ്യുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം ദൈവികമായ നിയോഗമാണ്. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി. തന്നെ താനാക്കിയത് ടീം യുഡിഎഫ് എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. എൻ്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF-ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടുകൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർന്നു. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങളെല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാലാണ്. ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനോട്, അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയോട്, എല്ലാവരോടും അവരുടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം കേരളം അതിന്റെ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ, പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വിസ്മയങ്ങൾക്ക് കാത്തിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം വി ഡി സതീശൻ പറഞ്ഞത്. ആർ ശങ്കറിന്റെയും കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പിൻഗാമിയായി സതീശൻ എത്തുമ്പോൾ അതും ഒരു വിസ്മയമായി മാറുകയാണ്. ഒരു തവണ പോലും മന്ത്രിയാകാതെ നേരിട്ട് മുഖ്യമന്ത്രി കസേരയിലെത്തിയ വിസ്മയം. പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ വി.ഡി. സതീശന്റെയും ഇഷ്ട കഥാപാത്രമായി കർണൻ മാറി. പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല, അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജ്ജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും
KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല. ഗോഡ്ഫാദർ ഇല്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയനൊപ്പം സതീശനുമെത്തി മൂന്നാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ കെ കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പിൽ എത്തിക്കാനായിരുന്നു ലീഡറുടെ ശ്രമം. വാഗ്ദാനം നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി. ഇതിലും വലിയ പദവി ലഭിച്ചാൽ ഞാൻ തിരികെ പോകണമോ എന്ന് ലീഡറുടെ ദൂതനോട് സതീശൻ ചോദിച്ചത്രേ. സ്വതസിദ്ധമായ ചിരിയായിരുന്നു ലീഡറുടെ മറുപടി. ഗ്രൂപ്പ് കളികളിലും അവഗണനയിലും മനമെടുത്ത് ഒരിക്കൽ സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചതായിരുന്നു VD സതീശൻ. ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായി തിരികെ വന്നത് AK ആന്റണിയുടെ നിർബന്ധപ്രകാരം. ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ 96 പോരാടി വീണു. 2001 ജയം. പിന്നീടുള്ളത് ചരിത്രം. സ്കൂൾ കാലം മുതൽ മികച്ച പ്രസംഗകനായിരുന്നു സതീശൻ. നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിന്റെ ശബ്ദമായി മാറി. 2006 VS സർക്കാരിന്റെ കാലത്ത് സഭയിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ. സർക്കാരിനെതിരെയുള്ള നിർണായക നീക്കങ്ങളിൽ ഉമ്മൻചാണ്ടി മുന്നിൽ നിർത്തിയത് സതീശനെ. വ്യാജ ലോട്ടറി മാഫിയക്കെതിരെയുള്ള പോരാട്ടവും ധനമന്ത്രി തോമസ് ഐസക്കുമായുള്ള സംവാദവുമൊക്കെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ. എന്നിട്ടും 2011 മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടു. രണ്ടാം നിരയിൽ നിന്ന് നിയമസഭയിലെ പിൻനിരയിലേക്ക് തള്ളപ്പെട്ട നാളുകൾ. വെറുതെ ഇരുന്നില്ല സതീശൻ. ഹരിത ഗ്രൂപ്പ് എന്ന പേരിൽ ഭരണപക്ഷത്തെ പ്രതിപക്ഷ ശബ്ദമായി മാറി സതീശൻ. പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരുന്നു തുടക്കം മുതൽ സതീശന്റെ പ്രത്യേകത. നിയമസഭാ നടപടികളിലും തികഞ്ഞ അവഗാഹം. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ കോൺഗ്രസ് നിയമസഭാ കക്ഷിയെ നയിക്കാനാണ് 2021 സതീശനെത്തിയത്. സഭയ്ക്കകത്തും പുറത്തും പുതിയ ഉണർവിലേക്ക് കോൺഗ്രസ് മാറി. സതീശന്റെ നാവിന്റെ മൂർച്ച പിണറായി സർക്കാരിനെ നോവിച്ചു. കൃത്യമായ ആസൂത്രണം, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഗൃഹപാഠം, ജനമനമറിഞ്ഞുള്ള വാഗ്ദാനങ്ങൾ, തികഞ്ഞ ആത്മവിശ്വാസം. പ്രൊഫഷണൽ സമീപനത്തോടെയായിരുന്നു ഇത്തവണ UDFന്റെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ. ആരും കാണാത്ത വിജയം മനസ്സിലുറപ്പിച്ചാണ് സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒടുവിൽ ചരിത്ര വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തി. പട നയിച്ചവൻ നാടുഭരിക്കട്ടെ എന്ന് അണികളെ കൊണ്ട് മാത്രമല്ല പൊതുസമൂഹത്തെ കൊണ്ടുകൂടി പറയിപ്പിച്ചാണ് VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.